ഹിന്ദു എന്ന വാക്കിൽ നിന്നും നമുക്ക് തുടങ്ങാം. എന്താണ് ഹിന്ദു? 1968 സുപ്രീം കോടതി വിധിയിൽ പറയുന്നത്, ഹിന്ദു ഇസ് നോട്ട് എ റിലീജിയൻ, ഇറ്റ്സ് കൺസിഡേർഡ് ആസ് ഓൺലി എ വേ സ്റ്റൈൽ ഓഫ് പീപ്പിൾ. ഹിന്ദു ഒരു ജീവിത സംസ്കാരമാണ്, ഒരു ജീവിത രീതിയാണ്. ചിക്കാഗോയിൽ നടത്തിയ ആധ്യാത്മിക പ്രഭാഷണത്തിൽ സ്വാമി വിവേകാനന്ദൻ ഹിന്ദു എന്ന വാക്കിന് കൊടുത്ത നിർവചനം ഇതാണ്: ഹിന്ദു ഈസ് കൺസിഡേർഡ് ആസ് ദ മദർ ഓഫ് വേൾഡ് റിലീജിയൻ. അതെ, ലോക മതങ്ങളുടെ മാതാവാണ് ഹിന്ദു. ലോക സംസ്കാരങ്ങളുടെ ഉറവിടമാണ് ഹിന്ദു. ലോകത്തിനു മുഴുവൻ കുടുംബം എന്ന വാക്കിന് അർത്ഥം കാണിച്ചു കൊടുത്തവരാണ് നമ്മൾ. വസുദൈവ കുടുംബകം എന്ന ആശയത്തിലൂടെ ലോകത്തിന് തന്നെ മാതൃക കാട്ടിയവരാണ് നമ്മൾ. ആ നമ്മുടെ ഹൈന്ദവ സംസ്കാരം എന്നത് ലോകത്തിലുള്ള എല്ലാ മതങ്ങളുടെയും അമ്മ തന്നെയാണ്. കാരണം നമ്മുടെ ആചാരം ഒരിക്കലും ഒരു പുസ്തകത്തിൽ ഒതുങ്ങുന്നില്ല. നമ്മുടെ വിശ്വാസക്രമം ഒരു ഈശ്വരനിൽ ഒതുങ്ങുന്നില്ല. സർവ്വവിഘ്നങ്ങളും അകറ്റുന്ന വിഘ്നേശ്വരനും സർവ്വവിദ്യയും നൽകുന്ന സരസ്വതി മാതാവും ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരാകുന്ന ത്രിമൂർത്തി സങ്കല്പങ്ങളും സൂര്യചന്ദ്രന്മാരും നക്ഷത്രവ്യൂഹങ്ങളും ലക്ഷ്മി, പാർവതി, സരസ്വതി, ശാംഭവി, ദുർഗ തുടങ്ങുന്ന ദേവീരൂപങ്ങളും ഒക്കെ തികഞ്ഞ് 33 കോടി രൂപഭാവങ്ങൾ ഭഗവാനെ ആരാധിക്കുന്നവരാണ് നമ്മൾ. ക്രൈസ്തവ മതത്തിന്റെ ആശയങ്ങൾ ക്രിസ്തുദേവനിൽ മാത്രം ഒതുങ്ങുമ്പോൾ, ഇസ്ലാം മതത്തിന്റെ ആശയങ്ങൾ അള്ളാഹുവിൽ മാത്രമായി ഒതുങ്ങുമ്പോൾ, ഹൈന്ദവ സംസ്കാരത്തിന്റെ ആശയങ്ങൾ തികച്ചും വിശാലമാണ്. ഏത് ഈശ്വരനെയും പ്രാർത്ഥിക്കുവാൻ, ഏത് രീതിയിലും പ്രാർത്ഥനയെ ക്രോഡീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഹൈന്ദവ സംസ്കാരം നമുക്ക് നൽകും. നമ്മൾ പഠിക്കേണ്ടതും അറിയേണ്ടതും ആ ഹൈന്ദവ സംസ്കാരത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളെയാണ്. ഏതൊക്കെയാണ് ആ ഗ്രന്ഥങ്ങൾ? ആദ്യ ഗ്രന്ഥം വേദ. വേദ എന്ന സംസ്കൃത ധാതുവിൽ നിന്നും ഉദയം ചെയ്ത വാക്കാണ് വേദം. ആ വാക്കിന്റെ അർത്ഥം തന്നെ ജ്ഞാനം, അറിവെന്നാണ്. നമുക്കറിയാം, ചതുർവേദ സംഹിതകൾ നമുക്കുണ്ട്. ഏതൊക്കെയാണ് ചതുർവേദ സംഹിതകൾ? ഋഗ്വേദ, സാമവേദ, യജുർവേദ, അഥർവവേദ. ആദ്യവേദം ഋഗ്വേദം 1028 സൂക്തങ്ങളും 10422 സ്തോത്രങ്ങളും 10 മണ്ഡലങ്ങളും ഉൾപ്പെടുന്ന ഋഗ്വേദം. ആ ഋഗ്വേദം മന്ത്രത്തിന്റെ മഹത്വത്തെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഋഗ്വേദത്തിലെ ഏറ്റവും ശ്ലാഘനീയമായ മന്ത്രം ഞാനിവിടെ ആലപിക്കുകയാണ്. എന്നോടൊപ്പം നിങ്ങളും അതൊന്ന് ഏറ്റുചൊല്ലണം. ഓം ഭൂവർഭുവസ്വഃ തസ്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? ഭൂമി, അന്തരീക്ഷം, സ്വർഗം ഇവയിൽ നിറഞ്ഞു നിൽക്കുന്ന സർവ്വവ്യാപിയായ സകലതിനെയും ജനിപ്പിക്കുന്ന സവിതാവായ ദേവന്റെ ചൈതന്യധാമത്തിന്റെ സർവോത്കൃഷ്ടമായ തേജസ്സിനെ നമുക്ക് ധ്യാനിക്കാം. ആ ദേവൻ നമ്മുടെ ബുദ്ധിശക്തിക്ക് പ്രചോദനമരളട്ടെ, നമ്മെ സംരക്ഷിക്കട്ടെ. ഈ മന്ത്രം ഇന്നിവിടെ ആലപിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. വേദമന്ത്രങ്ങൾ കേൾക്കുന്ന ശൂദ്രന്റെ കാതിൽ ഈയമുരുക്കി ഒഴിക്കണമെന്ന് പറഞ്ഞിരുന്ന ഒരു സംസ്കാരത്തിന് ഉയർന്ന വെല്ലുവിളിയുമായാണ് നമ്മൾ വന്നിരിക്കുന്നത്. ശൂദ്രൻ എന്ന മുദ്രയിൽ നിന്നും മാറി നിന്നുകൊണ്ട് വേദമന്ത്രങ്ങൾ ആർക്കും ജപിക്കാം, ഏതു വ്യക്തിക്കും ജപിക്കുവാൻ അർഹതയുണ്ട് എന്നത് ഒരുമിച്ചായി ഒരു സമുദായത്തിന്റെ സ്വരത്തിൽ ഇവിടെ നമ്മൾ ഏറ്റുചൊല്ലുകയാണ്. ഒരു തവണ ഗായത്രി ജപിക്കുമ്പോൾ പാപമുക്തി ജപിച്ച് മോക്ഷപഥത്തിലേക്ക് നമ്മൾ എടുക്കുന്നു. ഈ ഗായത്രി മന്ത്രത്തിന്റെ ഉത്ഭവസ്ഥാനമാണ് ഋഗ്വേദം. അതോടൊപ്പം മേധാസൂക്തം എന്ന ബുദ്ധിശക്തി നൽകുന്ന മന്ത്രം, ശ്രീ സൂക്തം എന്ന ധനം നൽകുന്ന മന്ത്രം ഒക്കെ ഋഗ്വേദത്തിലുണ്ട്. രണ്ടാമത്തെ വേദമായ യജുർവേദമാണ്. ബ്രാഹ്മണൻ എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് കാണിച്ചു തരും. ആരാണ് ബ്രാഹ്മണൻ? ബ്രഹ്മജ്ഞാനേ ഇതി ബ്രാഹ്മണ. ബ്രഹ്മജ്ഞാനമുള്ള വ്യക്തിയാണ് ബ്രാഹ്മണൻ. ജന്മദേ ജായതേ ശൂദ്രം സംസ്കാരേണ ദ്വിജോത്തമം. ജന്മം കൊണ്ട് ശൂദ്രനായാലും കർമ്മം കൊണ്ട് ബ്രാഹ്മണനാകാം. അതായത് ബ്രാഹ്മണ ശാപം എന്നൊക്കെ നമ്മൾ കേൾക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ആ ബ്രാഹ്മണനെ പോലും ശപിക്കുവാൻ കഴിവുള്ള ഒരു ശൂദ്രനായ സന്യാസി നമുക്കുണ്ടായിരുന്നു, ഗൗതമ മഹർഷി. അപ്പോൾ ജന്മമല്ല ഒരു വ്യക്തിയുടെ ജാതി നിർണയിക്കുന്നത്, കർമ്മമണ്ഡലമാണ്. ആ കർമ്മമണ്ഡലത്തിന്റെ പരിശുദ്ധി സവർണനിൽ നിന്നും സനാതനിയാക്കി ഒരു മനുഷ്യനെ ഉയർത്തുന്നു എന്ന ചിന്താഗതി
സാമവേദം നമുക്ക് കാണിച്ചു തരുന്നു, യജുർവേദം നമുക്ക് കാണിച്ചു തരുന്നു. അവസാനത്തെ വേദമായ അഥർവവേദം നോൺ ആര്യൻസിന്റെ, അതായത് ദ്രവീഡിയൻസിന്റെ ആചാര അനുഷ്ഠാനങ്ങളെ പറ്റി, മനുഷ്യ ശരീരത്തെ പറ്റി, ഹോമിയോപ്പതിയെ പറ്റി, മെഡിക്കൽ സംവിധാനങ്ങളെ പറ്റിയുള്ള അറിവ് നമുക്ക് കാണിച്ചു തരും. ചുരുക്കി പറഞ്ഞാൽ ഋഗ്, യജുർ, സാമ, അഥർവ ഈ 4 വേദങ്ങളും പ്രപഞ്ചത്തിന് ആവശ്യമായ മന്ത്രം, ജീവിതരീതി, ഉപാസന എന്നിവയുടെ ഒരു പ്രിഫൈസാണ് നമുക്ക് നൽകുന്നത്. ഈ 4 വേദങ്ങളും യഥാർത്ഥത്തിൽ ഈശ്വരനിലേക്ക് അടുക്കാനുള്ള കുറേ കാര്യങ്ങൾ നമ്മളേക്ക് വഴികാട്ടിയായി നിൽക്കുകയാണ്. ഈ വേദത്തെക്കാൾ ഒരു പടി കൂടി കടന്നു നിൽക്കുന്ന അടുത്ത ഗ്രന്ഥമാണ് ഉപനിഷത്ത്. എത്ര ഉപനിഷത്തുണ്ട്? 108 എന്നാണ് ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം 10 ആണ്. ഈശ്വവാസ്യ, കേനം, പ്രശ്നം, കഠം, മുണ്ഡകം, മാണ്ഡൂക്യം, തൈത്തിരീയം, ഐത്തിരീയം, ചാന്തോക്യം, ബൃഹദാരണ്യകം, ഇങ്ങനെ 10 ഉപനിഷത്ത് മന്ത്രങ്ങൾ. ഈ ഉപനിഷത്തിന്റെ പ്രത്യേകത ചുരുങ്ങിയ വാക്കിൽ പറഞ്ഞാൽ, വേദം ഈശ്വരനിലേക്കുള്ള മാർഗമാണ് നമുക്ക് കാണിച്ചു തരുന്നതെങ്കിൽ ഉപനിഷത്ത് ആ ഈശ്വരനെ തന്നെ നമുക്ക് കാണിച്ചു തരും. വേർ ഈസ് ദ ഗോഡ്? ഹിയർ ഈസ് ദ ഗോഡ്. വി ആർ ദ ഗോഡ്. നമ്മളാണ് ഈശ്വരൻ. ഐ ആം ആത്മബ്രഹ്മ. ഞാൻ ബ്രഹ്മമാണ്, ഞാൻ ഈശ്വരനാണ്. തത്വമസി. ഞാനും ഈശ്വരനും ഒന്നു തന്നെയാണ്. ബൃഹദാരണ്യകത്തിലെ വാചകമാണ്. അസതോമ സത്കമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ. സത്തയില്ലാത്തതിൽ നിന്നും എന്നെ നന്മയിലേക്ക് നയിച്ചാലും, തമസോമ ജ്യോതിർഗമയ ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിച്ചാലും, മൃത്യോർമ അമൃതം ഗമയ മരണത്തിൽ നിന്നും മരണമില്ലാത്ത അവസ്ഥയിലേക്ക് നയിച്ചാലും ബൃഹദാരണ്യക ഉപനിഷത്തിലെ വാക്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ വാചകം സത്യമേവ ജയതേ നാനൃതം മുണ്ഡകോപനിഷത്തിലെ വാചകമാണ്. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ സ്വയം ഈശ്വരനാണെന്നും നമ്മുടെ ഉള്ളിലുള്ള ബ്രഹ്മമാണ് വിഗ്രഹമാകുന്ന ഭഗവാനിലും ഉള്ളത് എന്ന ബ്രഹ്മതത്വമാണ് ഉപനിഷത്ത് കാണിച്ചത്. അടുത്ത ഗ്രന്ഥം പുരാണം. 18 പുരാണ കൃതികളാണ് നമുക്ക് വ്യാസമഹർഷി രചിച്ചത്. ബ്രഹ്മപുരാണം, ബ്രഹ്മാണ്ഡപുരാണം, ബ്രഹ്മവൈവർത്തക പുരാണം, ശിവപുരാണം, ലിംഗപുരാണം, അഗ്നിപുരാണം, പത്മപുരാണം, ഭവിഷ്യപുരാണം, മാർക്കണ്ഡേയ പുരാണം, മത്സ്യപുരാണം, കൂർമ്മപുരാണം, വരാഹപുരാണം, വാമനപുരാണം, സ്കന്ധപുരാണം, ഗരുഡപുരാണം, ഇങ്ങനെ 18 പുരാണ കൃതികളുണ്ട്. എന്തിനു വേണ്ടി പുരാണങ്ങൾ രചിച്ചു? വേദം ഈശ്വരനിലേക്ക് അടുക്കാനുള്ള മാർഗവും ഉപനിഷത്ത് ഈശ്വരൻ ആരാണെന്നുള്ള ആത്മസത്യവും കാണിച്ചു തന്നപ്പോൾ സാധാരണക്കാരനായ ഭക്തന് ധർമ്മം എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി, എങ്ങനെ ജീവിക്കണമെന്ന് കഥയിലൂടെ ഉപദേശിക്കാൻ വേണ്ടി ലളിതമായി വളരെ അട്രാക്റ്റീവായി 18 പുരാണ കൃതികൾ വ്യാസൻ രചിച്ചു. നിഷ്കളങ്കനും നിസ്വാർത്ഥനും നിഷ്കാമനുമായിരിക്കണം യഥാർത്ഥ ഭക്തനെന്ന് ജീവിതത്തിലൂടെ കാണിച്ചു തന്ന് സ്വന്തം ദുഃഖത്തോടൊപ്പം അന്യന്റെ ദുഃഖത്തിൽ കരുണ കണ്ടെത്തുന്ന നന്മയുള്ള മനുഷ്യനാവണമെന്ന സന്ദേശം പുരാണ കൃതിയിലൂടെ വ്യാസൻ പകർന്നു വച്ചു. അടുത്തത് ഇതിഹാസ കൃതികൾ. വി ഹാവ് 2 the great epics. ഏതൊക്കെയാണ് നമ്മുടെ പ്രശസ്തമായ 2 ഇതിഹാസ കൃതികൾ? വാൽമീകി ഋഷിയാൽ രചിക്കപ്പെട്ട രാമായണവും വേദവ്യാസനാൽ രചിക്കപ്പെട്ട മഹാഭാരതവും. ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ എന്ന 2 ഇതിഹാസ കഥാപാത്രങ്ങളെ ആധാരമാക്കിക്കൊണ്ട് രചിച്ച ഈ പ്രപഞ്ചത്തിന് ലഭ്യമായ ഏറ്റവും മനോഹരമായ 2 ഇതിഹാസ കൃതികൾ. ആ 2 ഇതിഹാസ കൃതികൾ ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാം എന്ന ഉപദേശമാണ് നമുക്ക് കാണിച്ചത്. ഉദാഹരണത്തിന് മഹാഭാരതം. കുരുക്ഷേത്ര യുദ്ധമാണ് മഹാഭാരതത്തിന്റെ പ്രമേയം. ആ യുദ്ധത്തിന്റെ ആ ഒരു പ്രമേയം എടുത്താൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല മെസ്സേജ് അതിൽ നിന്ന് കിട്ടും. കുരുക്ഷേത്ര യുദ്ധം ആര് തമ്മിലാണ്? 5 പേരാകുന്ന പാണ്ഡവരും 101 പേരാകുന്ന കൗരവരും. 100 പേര്, പിന്നെ ദുഷ്യലയുടെ ഭർത്താവ്, അങ്ങനെ 101 പേര്. 101 പേരാകുന്ന കൗരവാദികളോട് കേവലം 5 പേരായ പാണ്ഡവർ യുദ്ധം ചെയ്തതിൽ അതുല്യമായ വിജയമാണ് കൈവരിച്ചത്. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സംഖ്യാബലമല്ല വിജയത്തിന് അടിസ്ഥാനം, ധർമ്മപാതയാണ്. പാണ്ഡവരുടെ ഭാഗത്ത് സത്യമുണ്ടായിരുന്നു, ധർമ്മമുണ്ടായിരുന്നു, നീതിബോധമുണ്ടായിരുന്നു, ന്യായമുണ്ടായിരുന്നു. ആ സത്യവും ധർമ്മവും നീതിയും ന്യായവുമാണ് പാണ്ഡവരെ കൗരവർക്ക് മുകളിൽ വിജയം കൈവരിക്കാൻ പ്രോത്സാഹിപ്പിച്ചത്. നമ്മുടെ വളർന്നു വരുന്ന മക്കളോട് നമ്മൾ അതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. നീ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടൂ, എങ്ങനെയെങ്കിലും ഒന്ന് വിജയിക്കൂ എന്നല്ല, സത്യത്തിന്റെ വഴിയിലൂടെ നീ സഞ്ചരിക്കണം, ധർമ്മത്തിന്റെ പാതയിലൂടെ നീ സഞ്ചരിക്കണം. ആ സത്യധർമ്മത്തിന്റെ വഴിയിലൂടെ വിജയം നേടിയെടുക്കുന്നവനായി, വിനയമുള്ളവനായി, ധീരനായി നീ മാറണം.
ഈ ഉപദേശമാണ് മഹാഭാരതവും രാമായണവും നമുക്ക് കാണിച്ചു തരുന്നത്. മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിൽ 25 മുതൽ 42 വരെയുള്ള 18 അധ്യായങ്ങളിലായി നിബന്ധിച്ചിരിക്കുന്ന മഹത്തായ ഗ്രന്ഥമാണ് ശ്രീമദ് ഭഗവത്ഗീത. എൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് ആ ഗീതയുടെ സർവ്വ ആത്മാവിനെയും ഉൾക്കൊണ്ടുകൊണ്ട് കുറച്ച് കുഞ്ഞനുജന്മാരും അനുജത്തിമാരും വളരെ മനോഹരമായ രീതിയിൽ ഇവിടെ ഗീത ആലപിച്ചത് കേട്ടത്. അവർക്ക് വലിയൊരു കൈയ്യടി നിങ്ങൾ കൊടുക്കണം. കാരണം ഈ ഒരു പ്രായത്തിൽ തന്നെ ഗീതയോട് മലയാളികൾ മറന്നു തുടങ്ങി ഗീതയുടെ പാരമ്പര്യത്തെ കർണാടകയിലെത്തിയപ്പോഴാണ് ഞാൻ കണ്ടറിഞ്ഞത്. നിങ്ങൾ ഇത്രയും ആ ഒരു ബിസി ലൈഫിനിടയിലും ഇത്രയധികം പഠിക്കാനുണ്ടായിരുന്നിട്ടും ആ കുഞ്ഞുങ്ങൾക്ക് ഒരു ദിവസം അതിനുവേണ്ടി മാറ്റിവെച്ച് ആ സംസ്കാരത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നത് വളരെ മഹത്വമാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും നിരവധി ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റിയിലും ഭഗവത്ഗീത ഒരു പഠന വിഷയമാണ്. പക്ഷേ കേരളത്തിന്റെ ഒരു ഭാഗത്തും ഇത്രയധികം പ്രാധാന്യത്തോടെ ഗീത പഠിപ്പിക്കുന്നില്ല. പലരും ചോദിക്കും, എന്തിനാ ഈ ഗീതയൊക്കെ പഠിപ്പിക്കുന്നേ? കുരുക്ഷേത്ര യുദ്ധത്തിൽ വിജയിക്കാൻ അർജുനന് കൃഷ്ണൻ കുറെ ഉപദേശം കൊടുത്തു, അത് നമ്മൾ എന്തിനാ പഠിക്കുന്നത്? പക്ഷേ കുരുക്ഷേത്ര യുദ്ധം അവിടെ പ്രതിനിധീകരിക്കുന്നത് നമ്മുടെ ജീവിതത്തെയാണ്. നമ്മളാകുന്ന അർജുനന്മാരുടെ ജീവിതത്തിൽ നമ്മളിലെ നന്മയാകുന്ന പാണ്ഡവരോട് നമ്മളിലെ തിന്മയാകുന്ന കൗരവകർക്കുമേലിൽ എങ്ങനെ വിജയം വരിക്കാം എന്ന പാഠമാണ് ഭഗവത്ഗീതയിലെ 18 അധ്യായങ്ങളിലൂടെയും കൃഷ്ണൻ നമുക്ക് കാണിച്ചു തരുന്നത്. യഥാ യഥാ ഹി ധർമ്മസ്യ ക്ലാനിർഭവതു ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാത്മാനം സുജാമ്യഹം. എവിടെയാണോ ധർമ്മത്തിന് മൂല്യച്യുതി ഉണ്ടാവുന്നത്, എവിടെയാണോ സത്യധർമ്മങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നത്, അവിടെ സത്യത്തെ, ധർമ്മത്തെ, നീതിയെ വീണ്ടെടുക്കാൻ ഞാൻ അവതരിക്കുന്നു. ഞാൻ എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ്. ശ്രീകൃഷ്ണൻ അവതരിക്കുന്നു. എവിടെയാണ് അവതരിക്കുന്നത്? ദ്വാരകയിലോ മധുരയിലോ അയോധ്യയിലോ ഒന്നുമല്ല ഭഗവാൻ അവതരിക്കുന്നത്. പിന്നെയോ ഇവിടെയാണ്, നിങ്ങളിലാണ്. യു ആർ ദ ഗോഡ്, ഐ ആം ദ ഗോഡ് ആൻഡ് വി ആർ ദ ഗോഡ്. നമ്മൾ തന്നെയാണ് ഈശ്വരൻ. നമ്മുടെ കർമ്മം എന്താണ്? നമ്മൾ ജനിച്ചു വീണ ഭാരതത്തിന്റെ പവിത്രതയെ സംരക്ഷിക്കുക. നമ്മൾ വിശ്വസിക്കുന്ന വിഗ്രഹാരാധനയെ, ക്ഷേത്ര സംസ്കാരങ്ങളെ, ഹൈന്ദവാചാരങ്ങളെ സംരക്ഷിക്കുക. നമ്മുടെ സമുദായാചാര്യൻ പറഞ്ഞു വെച്ച നായർ എന്ന വാക്കിന്റെ അർത്ഥത്തെ, നായർ സർവീസ് സൊസൈറ്റിയുടെ ആശയങ്ങളെ സംരക്ഷിക്കുക. അങ്ങനെ ജനിച്ചു വീണ